ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. കോയിൻ കട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഭയങ്കര ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ആരാ ഒളിപ്പിച്ച് വെച്ചത്, ആരാന്ന് പറയൂ. ലാലേട്ടൻ കുറേ തവണ ചോദിക്കുന്നുണ്ട്, ആരാന്ന് പറയൂ. ഞങ്ങൾക്കറിയാം ആളെ, സ്വന്തമായിട്ട് പറയാൻ പറയുന്നു. അനുമോളോട് ചോദിക്കുന്നു, ആദിലയോട് ചോദിക്കുന്നു, നെവിനോട് ചോദിക്കുന്നു, ആര്യനോട് ചോദിക്കുന്നു, അങ്ങനെ കുറേ പേരോട് ചോദിക്കുന്നു. പണി കിട്ടി ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അനീഷുണ്ട്, ഷാനവാസുണ്ട്, ആര്യനുണ്ട്, അനുമോളുണ്ട്. ഇത്രയും പേർക്കായിരുന്നു പണി കിട്ടിയത്. നിങ്ങൾ ആ കാർഡ് എനിക്ക് കൊണ്ടുപോയി തന്നാൽ ഞാൻ നിങ്ങളുടെ ആ പണി ഒഴിവാക്കാമെന്ന് പറയുന്നു. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്കിന് പോയി. അപ്പോൾ ഈ ഷാനവാസും അനീഷ് ആര്യനൊക്കെ തപ്പുവാണ്. അവിടെ ഇവിടെയൊക്കെ പോയി തപ്പുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ഭയങ്കര ആക്ടിങ് അവിടെ നടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ കോയിൻ എടുത്തത് ആര്യനാണ്. ആര്യനാണ് ആ കോയിൻ്റെ പുറകിലത്തെ പണി എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കണം എന്നുള്ളതായിരുന്നു. അത് ഇത്രയും കള്ളത്തരം നമ്മുടെ അനീഷ് പറഞ്ഞത് കറക്റ്റാണ്. ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഒരു വ്യക്തി ആ ബി ഹൗസിലില്ല. നെവിനൊക്കെ വെറും ഫുഡിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ആര്യൻ്റെ കുരുട്ടുബുദ്ധിയും ആര്യൻ്റെ ഈ കള്ളത്തരവുമാണ് ആര്യന് ഇവിടം വരെ എത്തിച്ചതെന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കോയിൻ കട്ടെടുത്തത് ആരാന്ന് ചോദിച്ചാൽ അപ്പോഴങ്ങ് സത്യം പറയാം. ഇത് ഒത്തിരിയും കോയിൻസ് കട്ടെടുത്തോണ്ടാവണം. അപ്പം എന്താ പറയുക, ബി ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ കയ്യിൽ കോയിൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും കോയിൻസ് ഉണ്ട്, 4 കോയിൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം. അപ്പം ലാലേട്ടൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല, പോയി തപ്പിയെടുത്ത് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആരും തരത്തില്ല. ഭയങ്കര ആക്ടിങ് കാര്യങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ആര്യൻ അവിടെ പോയി തപ്പുന്നു, ഇവിടെ പോയി തപ്പുന്നു. എന്നിട്ട് ഷാനവാസും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി തപ്പി, നമ്മൾ അവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെ ഇത്രയും കള്ളത്തരം ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇതേ സമയം നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ഇത് എടുത്തിരുന്നത് അനുമോളോ ഷാനവാസോ വല്ലതുമായിരുന്നെങ്കിൽ, അനുമോളോ ഷാനവാസോ ഇവർ രണ്ടുപേരും ആണല്ലോ മോഹൻലാലിൻ്റെയും ബി ക്രൂവിൻ്റെയും ഇരകളെന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലുമാണ്. ഇപ്പോൾ ഷാനവാസാണ് ഈ കോയിൻ കട്ടെടുത്തെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ എന്തൊക്കെ പുകിൽ നടക്കും. നിങ്ങളൊരു കള്ളനാണ്, നിങ്ങൾ അങ്ങനാണ് ഇങ്ങനാണെന്ന് പറഞ്ഞ് ലാലേട്ടൻ തുടങ്ങും. ലാലേട്ടൻ ഷാനവാസിനെ വിമർശിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ അനുമോളാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ പറയും. ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരുന്നുവെങ്കിൽ ലാസ്റ്റത്തെ ഇന്നലത്തെ എപ്പിസോഡ് കത്തി കയറിയാണ്. ഇപ്പോൾ ആര്യനായതുകൊണ്ട് ആര്യനെയും അക്ബറിനെയും വൈറ്റ് വാഷ് ചെയ്ത് അവർക്ക് ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ വേണ്ടി ബി നടത്തുന്ന ഈ നാടകം ആര്യനായിട്ട് കൂടി കണ്ണടച്ച് കളഞ്ഞു. അതെന്ത് ഫേവറിറ്റ്സമാണ്. കോയിൻ കട്ടെടുത്തത് ആര്യനാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈവൻ ഇന്നലെ ആ ഒരു കാര്യം ചോദിക്കുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ആര്യനാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ലാലേട്ടൻ്റെ ഒരു വർത്തമാനമുണ്ട്, ഞങ്ങൾക്ക് ആരാന്നറിയാം, നിങ്ങൾ പറയൂ. എന്നാൽ പിന്നെ പറഞ്ഞൂടെ ആരാണെന്ന്. ഈ 24/7 ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ബി ക്രൂവിനും ലാലേട്ടനും അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ പറഞ്ഞ് അവരെ ഇത്രയും കള്ളത്തരം ചെയ്ത് ഇത്രയും പോയിൻറ്റ്സ് കൂടിയ ഒരാൾക്ക് എന്തിനങ്ങനെ ചെയ്തു പറയൂ. എനിക്കതാണ് മനസ്സിലാവാതെ. ഇത്രയും ഫേവറിറ്റിസം നടക്കാനാണെങ്കിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് 10, 20, 26, 27 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, 5 വൈൽഡ് കാർഡ് എൻട്രി എല്ലാം കൂടെ ഉണ്ടായിരുന്നു. എന്തിനിങ്ങനെ ഒരു പ്രഹസനം നടത്തി ഡയറക്റ്റായിട്ട് അക്ബറിനോ ആര്യനോ കപ്പ് കൊടുക്കാം. ഈവൻ ജിസൈലിനെ പോലും പുറത്താക്കിയത് ആര്യനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഒരു ടോപ്പ് 5 എത്തിക്കാൻ, അല്ലെങ്കിൽ ടോപ്പ് 1, ടോപ്പ് 2 കൊടുക്കാൻ വേണ്ടിയിട്ടോ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. ഈവൻ ദ ഷോ ഡയറക്ടർ അക്ബറിൻ്റെ ഫ്രണ്ടാണ്. ആ വഴിയും അക്ബറിനും എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈവൻ ദ എവിക്ഷൻ്റെ ടൈം പോലും അക്ബറിനെയാണ് കാറിക്കയറ്റി, അക്ബറിനെയും ലക്ഷ്മീനെയാണ് എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും കാറിക്കയറ്റി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു. അക്ബറിനെ കാറിക്കയറ്റി തിരിച്ചു കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ചിലപ്പോൾ ആയിരിക്കും, നമുക്കൊരു ചിലപ്പോൾ ഊഹങ്ങളായിരിക്കും. അവിടെ പുറത്ത് കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് നിരസ്ഥിതികൾ, പുറത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതായിരിക്കും. നമുക്കറിയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് വിലയിരുത്താം. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ബൈ.